അടുത്ത വാർത്തയിലേക്ക് പോയാൽ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും മുൻപേ തോൽക്കുമെന്ന് പാർട്ടിക്ക് അറിയാമായിരുന്നുവെന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വെളിപ്പെടുത്തൽ. പാർട്ടി നടത്തിയ സർവേയിൽ 87,000 വോട്ട് LDF ലഭിക്കുമെന്നുള്ള കണക്കാണ് കിട്ടിയത്. എതിരാളികൾക്ക് 1,17,000 വോട്ട് ലഭിക്കുമെന്നായിരുന്നു സർവേ റിപ്പോർട്ട്. ഇക്കാര്യം അറിയാമായിരുന്ന മണ്ഡലത്തിന്റെ ചുമതലയുണ്ടായിരുന്ന TK ഗോവിന്ദൻ അങ്ങനെയാണ് മറുകണ്ഠം ചാടി UDF വേണ്ടി മത്സരിച്ചത്. പാർട്ടി വിട്ടുപോയ നേതാക്കളെ പിടിച്ചു നിർത്താൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നുള്ള വിമർശനത്തിന് മറുപടി പറയുകയായിരുന്നു പാർട്ടി സെക്രട്ടറി. റഹീസ് റഷീദ് തന്നെയാണ് തുടരുന്നത്. റഹീസ്, അപ്പോൾ വിമർശനത്തിലുള്ള മറുപടിയാണെങ്കിലും എം വി ഗോവിന്ദൻ പറഞ്ഞതിൽ വലിയൊരു പ്രശ്നമുണ്ടല്ലോ. കാരണം ഈ തളിപ്പറമ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ 40-50 കൊല്ലമായി CPM-ന്റെ കുത്തക മണ്ഡലമാണ്. 20,000 വോട്ട് ഭൂരിപക്ഷത്തിന് 22,000 വോട്ട് ഭൂരിപക്ഷത്തിന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന എം വി ഗോവിന്ദൻ കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിക്കും. അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അത് തന്നെ വലിയ പ്രശ്നമാണ്. അപ്പോൾ എന്താണ് പാർട്ടി സെക്രട്ടറി വിശദീകരിക്കാൻ ശ്രമിച്ചത്? അങ്ങനെയെങ്കിൽ സ്വന്തം ഭാര്യയ്ക്ക് തന്നെ ആ ഒരു സീറ്റ് വെച്ച് നീട്ടിയത് അവരെ കുരുതി കൊടുത്തതിന് തുല്യമായി പോയി എന്ന് ശ്യാമള ടീച്ചർ പറഞ്ഞു എന്ന് പറയുന്നതും വിശ്വസിക്കേണ്ടി വരും. ഷിഹാസ്, അതാണ് 1977 മുതൽ ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയാണ് തളിപ്പറമ്പ്. ആ തളിപ്പറമ്പിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടി ഒരു സർവേ നടത്തി എന്നതാണ് എം വി ഗോവിന്ദൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനങ്ങൾ വന്നപ്പോൾ പറഞ്ഞത്. ആ സർവേയിൽ പാർട്ടി അവിടെ വിജയിക്കില്ല, LDF സ്ഥാനാർത്ഥി വിജയിക്കില്ല എന്നതായിരുന്നു സർവേ റിപ്പോർട്ട്. ആ സമയത്ത് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല. ആ സമയത്ത് PK ശ്യാമളയാണ് സ്ഥാനാർത്ഥിയെന്ന് തീരുമാനിച്ചിട്ടില്ല. അതിനു മുമ്പ് തന്നെ സർവേ നടത്തിയപ്പോൾ 87,000 വോട്ട് മാത്രമാണ് LDF കിട്ടാൻ സാധ്യത എന്നതായിരുന്നു അതിലെ കണക്ക്. 1,17,000 വോട്ട് പാർട്ടിയുടെ എതിരാളികൾ എന്ന് പറയുമ്പോൾ UDF മാത്രമല്ല BJP കൂടി ഉൾക്കൊള്ളുന്ന എതിരാളികൾക്ക് അത്രയും വോട്ട് കിട്ടുമെന്നായിരുന്നു കണക്ക്. ഈ കണക്ക് അന്നത്തെ തളിപ്പറമ്പ് മണ്ഡലത്തിന്റെ പാർട്ടി ചുമതലയുണ്ടായിരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന TK ഗോവിന്ദന് അറിയാമായിരുന്നു എന്നതാണ് എം വി ഗോവിന്ദൻ പറയുന്നത്. അതറിഞ്ഞിട്ട് ഈ TK ഗോവിന്ദൻ UDF പാളയത്തിലേക്ക് പോകാനുള്ള നീക്കങ്ങൾ നടത്തുകയായിരുന്നു. CPM-നൊപ്പം നിൽക്കുമ്പോൾ തന്നെ KPCC പ്രസിഡന്റായ സണ്ണി ജോസഫിനോടും PK കുഞ്ഞാലിക്കുട്ടിയോടും KC ജോസഫിനോടും പലതരത്തിലുള്ള ചർച്ചകൾ നടത്തി. അതിനുശേഷമാണ് UDF-ൽ സീറ്റ് ഉറപ്പിച്ചതിന് ശേഷം PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിന് എതിരാണ് എന്ന് ഒരു പ്രതീതി സൃഷ്ടിച്ച് പുറത്തേക്കിറങ്ങി പോവുകയായിരുന്നു എന്നാണ് TK ഗോവിന്ദൻ പാർട്ടി വിട്ടതിനെ കുറിച്ച് എം വി ഗോവിന്ദൻ വിശദീകരിച്ചത്. ഷിഹാസ്, ശരി, റഹീസ് റഷീദാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.